വർക്കൊക്കെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കസ്റ്റമറിന് ഒട്ടും ഇഷ്ടപ്പെടാതിരുന്നൊരു ഫ്രോക്കായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ കസ്റ്റമർ നമുക്ക് തന്നിട്ടുള്ള റെഫറൻസ് പിക്ക് ഇതായിരുന്നു കേട്ടോ. 1 ഇയർ ബേബിക്ക് വേണ്ടിയായിരുന്നു. എക്സാക്ട് സൈസൊക്കെ കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സ്ട്രാ ഒരു ബോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വർക്കിൽ ബോഡി പോർഷൻ കേട്ടോ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു വർക്ക്. അതിൽ നമുക്ക് ആ റെഫറൻസ് പിക്കിൽ നമ്മൾ ആ ഒരു ഷെല്ലിൻ്റെ ഷേപ്പിൽ നമുക്കൊരു ബീഡ്സ് വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ബീഡ്സ് വർക്കൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് നമുക്ക് അബദ്ധം മനസ്സിലായത്. നമ്മളെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ഡിഫറെൻറ്റ് സൈസിലുള്ള പേഴ്സാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയാണ് നമുക്ക് അബദ്ധം പറ്റിയത്. എനിവേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഒരു ടൈപ്പിലുള്ള വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഓർഡേഴ്സ് വരുന്നതാണ് കേട്ടോ ആ ഒരു ടൈപ്പിലുള്ള ഫ്രോക്ക് തന്നെ. അപ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും കറൻ്റ്ലി വരുന്നതാണ് മെർമെയ്ഡ് തീമിലുള്ള ഒരു ഫ്രോക്ക്. അപ്പോൾ അങ്ങനെ ഒരു ഫ്രോക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു വർക്കാണ് മെയിനായിട്ടുള്ള ഹൈലൈറ്റ്. നമുക്ക് ആ റെഫറൻസ് പിക്കിൽ തന്നിട്ടുള്ളതിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് അതാണ്, ആ ഒരു വർക്ക് എങ്ങനെ കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായി കേട്ടോ. ആ അബദ്ധം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇതുപോലെ 3 പേൾസ് ഇങ്ങനെ ഇട്ടിട്ടാണ്, സെൻട്രലുള്ളത് കുറച്ച് വലിയ. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിത് അതൊന്ന് ചെരിച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് എടുക്കുന്നത്. നമ്മൾ ആ വേസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസ് റീൽസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒന്ന് ചെരിച്ചിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എടുത്തിട്ടുള്ള പേള് നമ്മൾ ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഫാബ്രിക്കും ലൈനിങ് ഫാബ്രിക്സൊക്കെ വരുന്ന ആ ഒരു കട്ട് ഭാഗത്തുണ്ടല്ലോ, ആ ഒരു ആർ ഷേപ്പിൽ വരുന്ന ഭാഗം. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്താണ് ആദ്യം ഹാൻഡ് സ്റ്റിച്ച് കൊടുത്ത് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ ചെയ്ത് വന്നപ്പോൾ നമ്മൾ ആർച്ചിൻ്റെ ഷേപ്പ് ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ ആയിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അത് എന്തായാലും ഒന്ന് കറക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള പേള് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മളിപ്പോൾ ഈ ഓരോ ലൈൻസ് ഇപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടല്ലോ. ഫസ്റ്റ് നമ്മൾ താഴെ വശത്തിൽ ഒരു സെൻട്രൽ പോർഷനിൽ വരെ ഒരു സൈസിലുള്ള ആ ഒരു സൈസ്, പിന്നെ കുറച്ചും കൂടി വലിയ സൈസിലുള്ള പേൾസാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള പേളായിരുന്നു രണ്ടാമത് വരേണ്ടിയിരുന്നത്. കാരണം നമ്മൾ എടുത്തിട്ടുള്ള സൈസ് ഫസ്റ്റ് സൈസ് തന്നെ എടുത്തത് കുറച്ച് വലുതായിപ്പോയി. അപ്പോൾ വർക്കൊക്കെ ഇപ്പം കുറച്ചും കൂടി വലുതായതുപോലെ. അപ്പോൾ നമ്മളിത് ഒരു ലൈന് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാനിത് ചെക്ക് ചെയ്തിട്ടുണ്ടായത് സ്റ്റാഫ് ചെയ്തിട്ട്. അപ്പോൾ ഇത് കുറച്ച് വലുതാണല്ലോ, എന്താ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് എന്തായാലും ഒരു 2 സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് കസ്റ്റമറിന് കാണിച്ചിട്ട് ബാക്കി നമുക്ക് മാറ്റണമെങ്കിൽ പിന്നെ മാറ്റാമല്ലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ നമ്മൾ കസ്റ്റമറിന് പിക്കൊക്കെ അയച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ കസ്റ്റമറിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ആ ഒരു ആർച്ചുള്ളത് ട്രയാങ്കിൾ പോലെ ആയി എന്നുള്ളത് മാത്രമായിരുന്നു കേട്ടോ. പിന്നെ അതൊന്ന് കറക്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പം നമുക്ക് നമ്മൾ ആ ഒരു പിക്ക് നമ്മൾ റെഫറൻസ് പിക്ക് നോക്കിക്കൊണ്ടാണല്ലോ ചെയ്യുന്നുണ്ടായത്. പക്ഷെ റെഫറൻസ് പിക്ക് നോക്കിക്കൊണ്ട് ചെയ്തിട്ട് നമുക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടായി കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറീസ് വരുന്നതാണ് ഈ മെർമെയ്ഡ് തീമിലുള്ളത്. ഇപ്പം നമ്മൾ റീസെൻ്റ്ലി കുറച്ച് വർക്ക് മെർമെയ്ഡ് തീം ചെയ്യുമ്പം പിന്നെ ഇഷ്ടംപോലെ ഓർഡേഴ്സ് മെർമെയ്ഡ് സെയിം പാറ്റേണിൽ തന്നെ വരുമ്പോൾ നമുക്കും ബോറിങ്ങാണ്, കാണുന്നവർക്കും ബോറിങ്ങാണ്. നമുക്ക് ഈവൻ സ്റ്റോറീസ് ഇടാൻ പോലും സെയിം തന്നെ ഇടുമ്പോൾ നമുക്ക് നമ്മളൊന്നാമത് ഹോൾസെയിലായിട്ടോ അല്ലെങ്കിൽ ലാർജ് സ്കെയിലോ ചെയ്യാത്തത് കൊണ്ടാണ് കേട്ടോ. നമ്മൾ സിംഗിൾ വർക്കാണല്ലോ ചെയ്യുന്നത്. വെറൈറ്റി എന്തെങ്കിലും അതിലെന്തെങ്കിലും യൂണിക്കായിട്ടുള്ള പാറ്റേൺസ് അല്ലെങ്കിൽ ഈവൻ സ്ലീവ്സിലെങ്കിലും എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ കസ്റ്റമറോട് ചോദിക്കാറുണ്ട്. കാരണം നമുക്ക് അങ്ങനെയുള്ള ഓർഡേഴ്സ് ആകുമ്പോൾ കുറച്ചും കൂടി നമുക്കും ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ അങ്ങനെ. അപ്പം നമ്മൾ ഇതുപോലെ 8 ലെയേഴ്സ് ആയിട്ടോ നമ്മൾ ഈ ഒരു സെറ്റ് ചെയ്തിട്ടുള്ള. അപ്പോൾ ചെയ്ത് വന്നപ്പോൾ തന്നെ ഹെവി ആയി. കാരണം നമ്മൾ ആ റെഫറൻസ് പിക്കിലുള്ളതിനേക്കാളും നമ്മളെ വർക്ക് ഹെവി ആയി. കാരണം നമ്മൾ എടുത്തിട്ടുള്ള പേൾ വർക്കൊക്കെ സൈസ് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ നമ്മൾ വർക്ക് കുറച്ചും കൂടെ തിക്കായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് 1 ഇയർ ബേബിക്ക് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഫൈനലായിട്ടുള്ള വർക്കിൻ്റെ പിക്കൊക്കെ കസ്റ്റമറിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിക്ക് അയച്ചപ്പോൾ അത് കുറച്ചും കൂടെ റോങ് ആയിട്ട് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ഡമ്മിലിട്ട് കൊടുത്തു. അപ്പോൾ അതിൽ ഫ്രില്ല് വളരെ കുറവെന്ന് പറഞ്ഞു. അപ്പോൾ ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ലെയർ 3 meters ആണ് കേട്ടോ. പേൾ വർക്കൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ അത്രയും എടുത്തിട്ടുള്ളൂ. പിന്നെ 2 layers നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് 4 meter ഫ്ലെയർ വരുന്ന 2 layers കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെന്താക്കി ആ ഒരു ഡമ്മിയിലിട്ടിട്ടില്ല. പിന്നെ ഇങ്ങനെ ഇതുപോലെ വീഡിയോസും പിക്കൊക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ കസ്റ്റമർ ഓക്കെ ആയി. ബാക്കി ബാലൻസും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ എന്താ വെച്ചാൽ കുറച്ചും കൂടെ പേൾ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായി. അതുപോലെ തന്നെ സ്ലീവിലൊരു ഫെദേഴ്സും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ശരിക്കും ഞാൻ ആ ഒരു പിക്ക് സൂം ചെയ്ത് നോക്കി. നമ്മൾ ഒരുപാട് പ്രാവശ്യം സൂമൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വർക്കാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായത്. സ്ലീവ് നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സ് എന്നാണ് വിചാരിച്ചിട്ടുണ്ടായി. അപ്പം സ്ലീവ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. സ്ലീവ് നമ്മൾ
ബോട്ടം പാർട്ടിലെ ഒരു ഷെയ്ഡാണ് എടുത്തിട്ടുണ്ട്, ഫാബ്രിക്കാണ് എടുത്തിട്ടുണ്ടായത്. അപ്പോൾ അതായിരുന്നില്ല വേണ്ടത്, ലാവൻഡർ ഷെയ്ഡ് ബോഡി സെയിം ഷെയ്ഡ് തന്നെയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും നമുക്ക് പണി കിട്ടി. ഫ്രില്ലൊക്കെ ആക്കിയത് വീണ്ടും നമ്മൾ മാറ്റിയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തു. വീണ്ടും നമ്മൾ സ്ലീവൊക്കെ മാറ്റി വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ടൈമിലും നമ്മൾ കസ്റ്റമറിന് പിക്സും വീഡിയോസൊക്കെ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പം ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ്. നമ്മൾ എക്സ്ട്രാ പേൾ വർക്കും ഒക്കെ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലേക്ക് ഒരു ബിഗ് സൈസിലുള്ള ബോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിത്ത് പേൾ വർക്കാണ് കേട്ടോ നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു നമ്മളൊരു സെൻട്രൽ പോർഷനിലേക്ക് പേൾ വർക്ക് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കളറും സൈസും ഒക്കെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. പിന്നെ ഇത് മെർമെയ്ഡ് തീമിലായതുകൊണ്ട് മെർമെയ്ഡ് തീമിലുള്ള ഒരു കളറിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഡിഫറെൻറ്റ് കളേഴ്സിലൊക്കെ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ കസ്റ്റമർ റിവ്യൂയും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ പാക്ക് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമറിൻ്റെ കയ്യിൽ കിട്ടുന്നവരെ നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. കാരണം ആ കസ്റ്റമർ അങ്ങനെ ഒരു കസ്റ്റമറായിരുന്നു. അപ്പോൾ കസ്റ്റമർ എൻ്റെ റിവ്യൂ ഇതാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്.